അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക്. ഹനീഫ് അലി പറമ്പാണ്. അപ്പോൾ ICF സംഘടിപ്പിച്ച സിയാറത്ത് ടൂർ, സലാല സിയാറത്ത് ടൂറിന്റെ ആദ്യ ദിനം ഈദ് നമസ്കാരത്തിന് ശേഷം, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ പോയത് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്യാനാണ്. ഇത്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്ന ജബലത്തീൻ എന്ന പർവ്വത നിരയുടെ മുകളിലാണ്. അതിന്റെ താഴ്ഭാഗത്ത് ഇത്തീൻ എന്ന പ്രദേശത്താണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്യപ്പെട്ട ഒരു മഹാനാണ്. എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു പദവി മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക, സ്വഹാബിയാവുക എന്ന വലിയ പദവിക്ക് ഭാഗ്യമുണ്ടായിട്ടും തൻ്റെ ഉമ്മയെ ശുശ്രൂഷിക്കുക, ഭ്രാന്തിയായ അല്ലെങ്കിൽ പ്രായമായ തൻ്റെ ഉമ്മയെ ചികിത്സിക്കുക എന്ന വലിയൊരു കർമ്മം ഏറ്റെടുത്തിട്ട് മുത്തുനബിയെ കാണാനുള്ള ആ ഭാഗ്യം ഉപേക്ഷിക്കേണ്ടി വന്ന മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഒന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുകയും ആക്രമിക്കുകയും അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലത്താണ്. ഇവിടെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടും ആ ഭാഗ്യം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാലം ചെലവഴിച്ച മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മുത്തുനബിയെ കാണാൻ വേണ്ടി മദീനത്ത് ഓടിച്ചെന്നെങ്കിലും മുത്തുനബി അവിടെ ഉണ്ടായില്ല. രണ്ടാമത് ഇനി ഉമ്മയുടെ കാലശേഷം മുത്തുനബിയെ കാണാ എന്ന് വിചാരിച്ചപ്പോൾ മുത്തുനബി അതിന് മുമ്പേ മരണപ്പെട്ടുപോയി. ഇടക്ക് ഉമ്മയുടെ ചികിത്സക്കിടയിൽ കിട്ടുന്ന സമയം നജിദിലെ അങ്ങാടിയിലേക്ക്, കർണിലെ അങ്ങാടിയിലേക്ക് വന്നിട്ട് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കുമത്രേ, ഹൽമിൻ മദീന, ഹൽമിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്ന് വന്നവരാണോ? മദീനയിൽ നിന്ന് വന്നവരാണോ? ആണെന്നറിഞ്ഞാൽ അവരോട് മുത്തുനബിയെക്കുറിച്ച് ചോദിക്കും, മുത്തുനബിയുടെ വിശേഷങ്ങൾ അറിയും. എന്നിട്ട് മദീനക്കാരാണെന്ന് മനസ്സിലായാൽ ആ നെറ്റിയിൽ ഉമ്മ വെച്ച് മടങ്ങും. ഒരിക്കൽ ഉഹുദ് യുദ്ധം നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കർണിൽ അങ്ങാടിയിലേക്ക് ഓടി വരികയാണ്. കാണുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, ഹൽമിൻ മദീന, നിങ്ങൾ മദീനക്കാരാണോ? നിങ്ങൾ മദീനക്കാരാണോ? അങ്ങനെ മദീനക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ അവരോട് ചോദിക്കുകയാണ്, മുത്തുനബിക്ക് എന്തോ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ട്, എന്താണ് മുത്തുനബിയുടെ വിശേഷം നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്തിട്ട് അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചു കളഞ്ഞു എന്ന ഹബീബായ തങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം എന്ന് വസിയത്ത് ചെയ്തു. മാത്രമല്ല ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി അവിടുത്തെ ഒരു അങ്കി എന്ത് ചെയ്തിരുന്നു, കൊടുത്തയച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ഖുതുബ കഴിഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളോട് ചോദിച്ചു, യമനിലെ നജദിൽ നിന്ന് വന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കിടന്നു. കുറേ ആളുകൾ എഴുന്നേറ്റ് നിന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നജ്ദിലെ ഖർന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എഴുന്നേറ്റിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആളുകൾ എഴുന്നേറ്റുന്നു. അവരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഉവൈസിനെ അറിയോ എന്ന് ചോദിച്ചു. അവർ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉവൈസിനെ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം മുത്തുനബി പറഞ്ഞയച്ച ഒരു ഉവൈസിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഉവൈസ് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബിക്ക് ഒരിക്കലും പിഴക്കില്ല അത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസന്നിഗ്ധമായി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു ഉവൈസ് ഉണ്ട്, പക്ഷെ ആ ഉവൈസ് ആയിരിക്കില്ല മുത്തുനബി ചോദിക്കുന്നത്. കാരണം ആ ഉവൈസ് എന്ന് പറയുന്ന ജനങ്ങളുമായിട്ടൊന്നും തീരെ ബന്ധമില്ലാത്ത ഞങ്ങളുടെ നാട്ടിലൊരു ഭ്രാന്തനായ ഉവൈസാണ്. പകൽ സമയങ്ങളിലൊക്കെ മൃഗങ്ങളെ മേയിച്ചും വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു ഉവൈസാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് വരികയും ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ നിങ്ങളുടെ പേരെന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുള്ള. അത് ഞങ്ങളൊക്കെ അബ്ദുള്ള തന്നെയാണ്, നിങ്ങളുടെ യഥാർത്ഥ നാമം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉവൈസ് എന്ന് പറഞ്ഞു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് വിഷയങ്ങളൊക്കെ മുത്തുനബി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാനായിരിക്കില്ല, പക്ഷേ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു അടയാളം ഉണ്ടായിരുന്നു. കയ്യിൻ്റെ മുകൾ ഭാഗത്തോ എവിടെയോ ഒരു വെളുത്ത പാട്, അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അത് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആണെന്ന് വ്യക്തമാവുകയും അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ദുആ ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് മടങ്ങുന്ന ഒരു രംഗമുണ്ട്. ഇത്രയും വലിയ ശ്രേഷ്ഠത മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാനുണ്ടായ കാരണം
ഹബീബായ തങ്ങളെ കാണുക, സ്വഹാബിയാവുക എന്ന ആ മഹത്വമൊക്കെ ഉപേക്ഷിച്ചിട്ട് നിന്ന മഹാനായ ഉവൈസുൽ ഖർനി ഇത്രയും വലിയ മഹത്വത്തിന് ഉടമയായത് എങ്ങനെയാണ്? അവിടുത്തെ ഉമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആ ഭാഗ്യം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാത പിൻപറ്റാൻ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടായിരിക്കട്ടെ. അൽഹംദുലില്ലാ. ആ ഒരു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ സലാലയിലെ ഇത്തീൻ എന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. അത് സന്ദർശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. കഴിയാവുന്നവരൊക്കെ സലാലയിൽ പോകണം. ഇത്തരം പിന്നെ സിയാറത്ത് കേന്ദ്രങ്ങൾ, ഇത്തരം പിന്നെ നബിമാരുടെയും സ്വഹാബികളുടെയും പിന്നെ ഔലിയാക്കളുടെ ഒക്കെ ഖബറുകൾ സന്ദർശിക്കണം. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം ലഭിക്കുമാറാവട്ടെ. ചരിത്രം വിശാലമാണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പിന്നെ അവിടുത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. അള്ളാഹു അവിടുത്തെ മരണശേഷവും ആ ദുആ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.